വരട്ടുന്നു അവനെ ഇത്തിരി അവന് കൂടാനോ നീ ആടിച്ച് ഞാൻ പോറം പൊളിക്കിഞ്ഞ് പിള്ളേരായ കുറച്ചൊക്കെ ഒരു ഇത് വേണം വരട്ടുന്നു ശരിക്കും കൊടുക്കാൻ ഞാൻ എന്താണ് നീ ഇവിടെ പിച്ചും പേയും പറയണേ? നിങ്ങൾ വരട്ട് ഞാൻ അടിച്ച് തോട പൊളിക്കിഞ്ഞ്. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന വടിയെടുത്ത് അടിച്ച് തോട പൊളിക്കുന്നൊക്കെ പറയണേ? നിങ്ങളല്ല, നിങ്ങളൊരു പുന്നാര മോനില്ലേ? നമ്മുടെ മോൻ അമ്പാടി. ആ അമ്പാടി. അവൻ എന്ത് ചെയ്ത്? അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കി? എന്റെ ക്രാവിനെ എന്തിനു പുറത്താക്കിയത്? പുറത്താക്കിയില്ല, പക്ഷെ പുറത്താക്കും. പുറത്താക്കും. പിന്നെ ചുമ്മാ പിടിച്ച് പുറത്താക്കല്ലേ സ്കൂളിൽ നിന്ന്? ഫീസ് കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് എന്നെ കാശ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അവിടെ. എന്റെ നന്ദേട്ടാ, അവ സ്കൂളിൽ എന്താ കാണിച്ചറിയാമോ? എന്ത് കാണിച്ച്? നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ പുറത്ത് സാറുമാര് വരൂലേ ഇൻസ്പെക്ഷന് വേണ്ടിട്ട്? സ്കൂൾ ഇൻസ്പെക്ഷന് DO ഒക്കെ ആയിരിക്കും. അത് നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ഷൻ DO വരാറില്ലേ? എന്റെ നന്ദേട്ടൻ, നമ്മൾ പഠിക്കുന്ന സമയത്ത് DO ഒക്കെ വരണം എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറയ്ക്കും നമ്മള്. പിന്നെ അന്നും ഭയങ്കര പേടിയുള്ള ദിവസമായിരുന്നു ആ ദിവസങ്ങളൊക്കെ. ഈ ചെറുക്കുണ്ടല്ലോ, DO പറഞ്ഞ സമയത്ത് ആ DOയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പഠിപ്പിക്കണ മോശമാണ്, ഒരു ടീച്ചർമാരും കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്പാടി പറഞ്ഞു? ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു പരാതി. ടീച്ചർമാർ കൊള്ളൂല? പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ടീച്ചർമാർക്കെതിരെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുവാണെന്ന് ടീച്ചർമാരോട് DO. എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചാ? ആന്ന് ടീച്ചർമാർ എന്നെ വിളിച്ചു. അതാ അമ്മാവന്റെ മോളൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്. ആമ്പാടി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചിട്ട് തന്നെ വന്നത്. ചേട്ടാ, അമ്മാവന്റെ മോളല്ലേ അവന്റെ ക്ലാസ് ടീച്ചർ, ആ ചേച്ചി വിളിച്ചിട്ട് ഒരേ കരച്ചില്. അമ്പാടി ഇതിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയുണ്ട് മാമ വിശേഷം? നല്ല വിശേഷം. അമ്മാവനെ ചിരിക്ക് പഴയ ഒരു ഇതില്ല, വോൾട്ടേജ് ഇല്ല, പഞ്ചില്ല. പഞ്ച് കാണത്തില്ലടാ, പഞ്ച് കാണത്തില്ല. ഡേയ്, നിന്റെ മോൻ അമ്പാടി സ്കൂളിൽ കാട്ടി കൂട്ടിയ പോക്കർത്തനങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നു? ഇപ്പൊ ഞാൻ വന്നപ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? ഡേയ്, നിന്റെ മോനെ കാരണം ജീവിക്കാൻ വയ്യാതായി കേട്ടാ. ഡേയ്, അവൻ എന്റെ മോളുടെ പണി കണയച്ച് അടങ്ങുള്ളൂ അല്ലടാ. അല്ല, ഞാനിപ്പോ എന്ത് ചെയ്യുന്ന അമ്മാവൻ, എനിക്കറിയാം അമ്മാവ വന്നാലേ കണ്ടിരി. വേണ്ട വേണ്ട, ഞാനിരുന്നില്ല, ഞാൻ അവിടെ എങ്ങനെ നിന്നോളാം. ഇല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ജ്യൂസൊക്കെ ഉണ്ട്, കളറുള്ളടാ. എന്നാ ഒരു ഗ്ലാസ് കുടിക്കാം അല്ലേ മോളെ? മാമ, അതിന്റെ കളർ കണ്ടിട്ട് കാര്യമില്ല, അത് ജ്യൂസാണ്. എനിക്കിത് എന്ത് കുടിച്ചാലും എനിക്ക് അതാണൊക്കെ തോന്നുന്നു. അല്ല, ഞാൻ പറയണതേ, ഇപ്പൊ മാമനും നീയൊന്നും ഇത്ര വലിയ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ സ്കൂളിൽ ഇൻസ്പെക്ഷന് വരുന്ന DOമാര് ഈ അറ്റൻഡൻസ് എടുക്കുന്നതും കുട്ടികളുടെ എണ്ണം നോക്കണതും കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ പതിവല്ലേ? അത് ശരിയാ. എന്ന് വെച്ചിട്ട് DO വരുമ്പോഴത്തേക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാര് ശരിയല്ല എന്ന് പറയുന്നത് അത് പതിവാണോ? അല്ല, അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. തോന്നിയാസം നിന്റെ അല്ലേ മോൻ, ആ ഗുണമല്ലേ കാണിക്കുള്ളൂ. ഇടാ, ഒന്നേ ഉണ്ടെങ്കിൽ ഒലക്കേക്ക് അടിച്ച് വളർത്തണം. അവനിങ്ങ് വരട്ടെ, ഞാൻ നല്ല കീച്ചു കൊടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചേ. അപ്പൊ പറയാ, അവൻ പറഞ്ഞു ആദ്യം പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ട് ഒന്ന് പഠിപ്പിക്കും, പിന്നെ അടുത്ത ടീച്ചർ വന്നിട്ട് പറയും അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും, പിന്നെ വീണ്ടും വന്ന ടീച്ചർമാർ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് വേറെ പഠിപ്പിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല ആ ചാകം പറയാൻ. എനിക്കിത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ആ സ്കൂളിലെ ടീച്ചർമാർ പോലും ഇതൊരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. സ്വന്തം മോളുടെ പണി പോകുന്നതായിട്ടും എന്റെ ചിരി കൊടുക്കാം, അവന്റെ ചിരിക്കൊരു കുറവില്ല. അതല്ല, നാളെ നമ്മൾ രണ്ടിടത്തും കൂടെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കുവാ. നമ്മളെന്തിനാ സ്കൂളിലാണ്? അവന് TC ഒന്ന് വിടാനായിരിക്കും. എനിക്ക് അതല്ല, അവിടെയാണ് മറ്റേ ഐശ്വര്യയുടെ ആര്യയൊക്കെ കൊച്ചുങ്ങൾ പഠിക്കണേ. അവര് അതറിഞ്ഞ എന്തായാലും നാട്ടിലൊന്ന് പാട്ടാക്കും. പിന്നെ അവരെ മുമ്പിൽ എങ്ങനെ തലയെടുത്ത് നടക്കും നമ്മള്? അയ്യോ, ആരിത് ഈ പറയണത്? ഇവിടെ സ്വഭാവം നിനക്ക് അറിയാമോ? എടാ, കുഞ്ഞുനാളിൽ ഇവള് സ്കൂളിൽ പോരുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? എങ്ങനെ? എടാ, രാവിലെ ഒരുക്കിയെടുത്ത് ചോറ്റുപാത്രത്തിൽ ചോറും കെട്ടി ഇവളെ പറഞ്ഞു വിടും. പക്ഷെ ഇവള് സ്കൂളിലെത്തത്തില്ല. അങ്ങനെ ടീച്ചർമാർ വിളിക്കും. അങ്ങനെ ഞാൻ അന്വേഷിച്ചിറങ്ങും. ഞാൻ അന്വേഷിച്ച് ചെല്ലപ്പോ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും തോട്ടിന്റെ കലിങ്ങിന്റെ അടിയിലിരുന്ന് ഈ ചോറ്റുപാത്രം തുറന്നു വെച്ച് കമ്പെട്ടി അടിക്കൊണ്ടു പോയി. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് നേരെ സ്കൂളിൽ കൊണ്ടാക്കും. അയ്യോ, നിന്റെ അല്ലേ മോൻ? ഇപ്പൊ പറയേണ്ട സാഹചര്യം ഇതാണ്. നിന്നെ ശരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിലേ അവനെ ഞാൻ നന്നായിട്ട് ശരിയാക്കി എടുക്കും. എനിക്കറിയാം. അവനിങ്ങ് വരട്ടെ. അയ്യോ,
അമ്പാടി നീ ഇന്ന് ക്ലാസ്സിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയാ? ഞാനൊന്നും ഉണ്ടാക്കില്ല. ഞാൻ കുറച്ച് സത്യങ്ങളൊക്കെ പറഞ്ഞു. അത് ടീച്ചറിനെ പിടിച്ചില്ല. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. സത്യങ്ങളാ? ഓ എടാ നീ ക്ലാസ്സിൽ വന്ന സാറിനോട് ടീച്ചർമാര് ശരി എല്ലാവർക്കും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാ? ഞാൻ പറഞ്ഞു എടാ അവര് നിന്നും സ്കൂളിൽ നിന്ന് പുറത്താക്കും. പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അവര് പുറത്താക്കണമെങ്കിൽ പുറത്താക്കട്ടെ. അമ്പാടി അങ്ങനെയൊന്നും പറയണ്ട, പഠിച്ച് വലിയ ആളാവണ്ടേ. എനിക്കൊന്നും ആവണ്ട. നമുക്ക് ബീച്ചില് പോക്കണൊക്കെ കഴിച്ച് പോപ്കോൺ വിൽക്കാൻ പോണ്ടി വരും ബീച്ചില്. അവസാനം നിന്നെ കാത്ത അവിടെ രണ്ടുപേര് വടിയായിട്ട് ഇരിപ്പുണ്ട്. വടി എനിക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. എന്ത് വടിയായിട്ടിരിക്കുന്ന രണ്ടുപേര്. വടിയായിട്ട് ഞാൻ പറഞ്ഞാണ്ടല്ല ആ കൊച്ചു വായും വലിയ വർത്താനം വാങ്ങട്ടെ. തല്ലല്ലേ അവൻ കുടിക്കട്ടെ, വന്നു കയറിയതല്ലേ, എന്തെങ്കിലും വെള്ളം കുടിക്കട്ടെ. കുടിച്ചിട്ട് തരാനുണ്ട് ഞാൻ കുടിച്ചോട്ടെ അമ്മ എന്ന്. അവൻ പറയാന്ന് പറഞ്ഞല്ല. കുടിക്കട്ടെ. പ്രതിയുടെ ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ശിക്ഷിക്കാവൂ. പ്രതി എന്ന് വെച്ചാൽ എന്തോന്നാണ് അപ്പൂപ്പ? എന്തായാലും പറഞ്ഞു ഉടനെ ചിരിച്ചോണ്ടിരിക്കണം. നീ എന്തിനാണ് ടീച്ചർമാര് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഡിയോ വന്നപ്പോ പറഞ്ഞത്? ഞാൻ പറയാം. പറയ അങ്ങട്. സ്കൂളിലെ ടീച്ചർ ബോർഡിലല്ലേ എഴുതണ. അപ്പൊ എനിക്കും ബോർഡുകാ. എന്തിനീ വേണ്ട, എന്നാലല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് വരട്ടാ എന്താണ് പറയണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പഴയ സ്ലൈറ്റ് എടുത്തു കുറെ നേരം കൊണ്ട് ചോദിക്കുന്നു ബോർഡ് എഴുതും. എന്താണ് ഞാൻ പറഞ്ഞ സത്യം തന്നെ. ടീച്ചർമാര് ഓരോന്ന് പഠിപ്പിക്കുന്നു. ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്താ എഴുതണേ? എഴുതട്ടത് അച്ഛാ ഇത് പിടി. കണ്ട ഇത് പറ പൂവ. ഇത് ആനയുടെ പടം വരച്ച് വെച്ചേക്കണ്. ഇത് 3. ഇത് 3 അല്ല, ഇത് 3 ആണ്. ഓ 3ഉം 3ഉം ഒക്കെ ഒന്ന് തന്നെ. നീ കാര്യം എന്താന്ന് പറ. മാത്സ് ടീച്ചർ പറയണ ഇത് 3 ആണെന്ന്. ഇത് 3 ഇപ്പൊ എന്താ കുഴപ്പം? ഇത് 3 അല്ല, എന്നാണ് ഇംഗ്ലീഷ് ടീച്ചർ പറയണത്. ഇത് മാത്സ് ടീച്ചർ പോയിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് ഈ ആണെന്ന് പറഞ്ഞത്. ടീച്ചർ പറഞ്ഞ ഇങ്ങനെ വയ്ക്കുമ്പോ ഇംഗ്ലീഷ് ഈ അല്ലേ? അത് ശരിയാണല്ലേ. അപ്പൊ മാത്സ് ടീച്ചർ പറഞ്ഞത് തെറ്റല്ലേ? കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇത് എം ആണെന്ന്. അയ്യോ കറക്റ്റ് തന്നെ കേട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇത് ഡബ്ല്യു ആണെന്ന്. അയ്യോ വെരി കറക്റ്റ്. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞത് തെറ്റല്ലേ? വെരി കറക്റ്റ്. പൊന്നാ ഇത് നമ്മളിങ്ങനെ തിരിച്ചു തന്നാണ്. അയ്യോ ഇംഗ്ലീഷ് ടീച്ചർ ചോദിച്ചു, മലയാളം ടീച്ചർ വന്നപ്പോ പറയണ് ഇത് ഞായാണെന്ന്. ഞായല്ല ഓ ഞാൻ. പിന്നെ കുറച്ച് ടീച്ചർ പറഞ്ഞത് ദായാണെന്ന്. അമ്പാടി അതായത് മലയാളത്തില് ഇങ്ങനെ വെച്ചാല് ഇത് ദായാണ്. ഇംഗ്ലീഷ് അപ്പൊ ഡബ്ല്യു അല്ലേ ഇത്? കറക്റ്റ്. അവൻ പറയുന്നത് കറക്റ്റ് ആണ്. ടീച്ചർമാർക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനും ഒന്നും അറിഞ്ഞൂടാ. വെരി കറക്റ്റ്. തീർന്നില്ല, വേറൊരു കാര്യം ഉണ്ട്. കാണിച്ചു തരാം. ഇതെന്താണെന്ന് പറ. ചിരിക്കുടിക്കാൻ പറഞ്ഞാണ്. 7. മാത്സ് ടീച്ചർ ഇത് പറഞ്ഞത് 7 ആണെന്ന്. ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ട് പറയണ ഇത് എല്ലാണെന്ന്. ഇങ്ങനെ ഓരോന്ന് മാറി മാറ്റി പറഞ്ഞ കൊച്ചെന്ത് ചെയ്യും? എന്റെ മാമ ഈ ഇംഗ്ലീഷിലെ എല്ല് തല തിരിച്ചിട്ടാ മാത്സിലെ 7 ആവൂലേ? ടീച്ചർമാരെല്ലാരും തരുന്ന ടീച്ചർമാരാണ്. കൊച്ചു പറയുന്നതിൽ കാര്യമുണ്ട്. എന്തോ കാര്യം എന്നെ കണ്ടുപിട്ടി കാണിക്കുന്നത്? ഓരോ ടീച്ചർമാരും ഓരോന്ന് പഠിപ്പിക്കാൻ ഞാൻ എങ്ങനെ പഠിക്കും? പിന്നല്ലാതെ കൊച്ചു പറയുന്നതിൽ കാര്യമില്ലേ? എന്തായി മാമ പൊന്നാ അതങ്ങനെയല്ല. ഓരോ അക്ഷരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം മാറും. തിരിക്കാതെയും മറിക്കാതെയും ടീച്ചർമാര് തെറ്റ് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് മര്യാദയ്ക്ക് ബോർഡ് മാറ്റാ. എന്റെ അടുത്ത് തന്നെ തരണം. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം. എന്താണ് അടുത്തത്? യൂണിഫോമിന് അടുത്ത എന്തോ പാരയായിട്ട് വരെയുള്ളു. തോന്നുന്നു കോഴിമുട്ടയാ? ഇതെന്താണ്? 0 ഭാഗം. അച്ഛൻ പറയുന്നത് ഇത് മാത്സിലാണെങ്കിൽ 0, ഇംഗ്ലീഷിലാണെങ്കിൽ ഇതിനെ ഓ എന്ന് പറയും, മലയാളത്തിൽ ഢാന്ന് പറയും. പഠിക്കുക എന്നതിന്റെ ഢാന്ന് പറയും. അതൊന്നും
ഒന്നുമല്ല, ഇത് ഉണ്ടയാണ് ഉണ്ട. എന്തിന്റെ ഉണ്ടാ? ഇത് ടെസ്റ്റ് സ്റ്റോപ്പിൽ കിട്ടിയ ഉണ്ട. ഓ അപ്പൊ ഇതാണ് കിട്ടിയതല്ലേ ഇപ്രാവശ്യം? വെരി ഗുഡ്. ഇങ്ങേറ്റ പറ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൂ പറ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല മക്കളെ. ആ ഇപ്പൊ മനസ്സിലായോ ടീച്ചർമാര് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന്? അപ്പൂ പറഞ്ഞത് കൂടി ഞാൻ കളിക്കാൻ പോകും. ഇടാ ഇതാ പോണം. എന്റെ തല കണക്കിരിക്കണ കേട്ടാ. ഓ ഇനി നമ്മൾ എന്തോ ചെയ്തെന്നാ? നമ്മൾ എന്ത് ചെയ്യാൻ ചോദിച്ചാലും കാര്യങ്ങളില്ലേ? ദേ നല്ല ബുദ്ധിയുള്ളവനാ, നേരെ വഴിക്ക് നയിച്ചാ മതി, നന്നായിക്കോളൂ. അല്ലെങ്കിലും ഈ നല്ല ഉത്തരങ്ങൾ പറയുന്നവനല്ല നല്ല വിദ്യാർത്ഥി. നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ് നല്ല വിദ്യാർത്ഥി. എനിക്കതല്ലെന്നേ, പക്ഷെ ടീച്ചർമാർക്ക് ഇത് അറിഞ്ഞൂടല്ലോ. അത് പറഞ്ഞു മനസ്സിലാക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ ഇതാ ഉദ്ദേശിച്ചത് നമുക്ക് ടീച്ചർമാരോട് പറയാം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. അത്രേ വേണ്ടൂ. അല്ലേ, ഇത്രയും കാലം ജീവിച്ചിട്ടും ഇത് എം ആണെന്നോ ധായാണെന്നോ ഈ ആണെന്നോ ചോദിക്കാനുള്ളൊരു ബുദ്ധി എനിക്കില്ലാതെ പോയല്ലോ. ചിരി മധുരം.